കാപ്പി ഇത് തണുത്താണ്. മാത്രം പോരാ, പാവപ്പെട്ട വല്ല സാറുമാര് ഉദ്യോഗത്തിന് വന്നാൽ അവരെ കറക്കിയെടുക്കാൻ കഴിവുള്ളവരുമായിരിക്കണം. മാസ്റ്റർക്ക് ഒരു സഹോദരി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിവിടെ പതിവായിട്ട് വരുന്നുണ്ടെന്നും കരുതുക. സത്യം ലോകം അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. എന്നെയും ആ സഹോദരിയും പറ്റി നാട്ടിൽ അപവാദം പരന്നാൽ മാസ്റ്റർ സഹിക്കുമോ? പ്രഭാകര, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരാണ് മാസ്റ്റർ. അഭിമാനം മാത്രമേ ഞങ്ങൾക്കിനി ബാക്കിയുള്ളൂ. മാസ്റ്ററായിട്ട് പ്രഭാകര, ഞാനും ഒരു ചെറുപ്പക്കാരനാണ് മാസ്റ്റർ. എനിക്കും ഈ ആളുകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടിയാൽ കൊള്ളാമെന്നുണ്ട്. മാസ്റ്ററുടെ വരുന്നതിനെ കുറിച്ച് ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയാമോ? ആളുകൾ എന്ത് പറയുന്നു പ്രഭാകര? അത് ഞാൻ എങ്ങനെ മാസ്റ്ററോട് പറയും? ഒരു ജോലി സമ്പാദിക്കുവാൻ ഞാൻ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാസ്റ്റർക്കും അറിയാം. അതിനിടയിൽ ഇങ്ങനെയും ഒരു അപമാനം ചുമന്നുകൊണ്ട് നടക്കുവാൻ എനിക്ക് പ്രയാസമാണ് മാസ്റ്റർ, പ്രയാസമാണ്. ആ പ്രയാസം ഞാൻ മനസ്സിലാക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രഭാകരൻ പറയൂ. നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം ചെയ്തുകൊള്ളൂ. അതിലേറ്റവും സന്തോഷമുള്ളവനാണ് ഞാൻ. അതിനുശേഷമല്ലാതെ മാസ്റ്റർ ഇവിടെ വരരുത്. മറ്റെന്തും ഞാൻ സഹിക്കാം. എന്റെ സഹോദരിയെ പറ്റി ഒരു മനുഷ്യൻ അപവാദം പറയുന്നത് മാസ്റ്റർ. പ്രഭാകര, ക്ഷമിക്കണം മാസ്റ്റർ. എന്റെ സഹോദരിയോട് എനിക്കിത് പറയുവാൻ വിഷമമുണ്ട്. അവരെന്നേക്കാൾ മൂത്തവരായിപ്പോയി. ഈ വീട്ടിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മാസ്റ്റർ ദേവിയെ ഇനിമേൽ ഇവിടെ വരരുത്. എന്നോട് ക്ഷമിക്കൂ പ്രഭാകര. എനിക്കെന്റെ ജീവനേക്കാൾ വലുതാണ് ഈ കുടുംബം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. മാസ്റ്റർ, സാരമില്ല. ക്ലേശമെല്ലാം കൊടുങ്ങട്ടെ, ഈ സുഗനി കൊടും കാറ്റേ, ഈ ക്ലേശമെല്ലാം കൊടുങ്ങട്ടെ. അത്തുവതെത്ര നാൾ എണ്ണയില്ലാതെ ഈ കൈത്തീരി കെട്ടു പോകട്ടെ, കൈത്തിരി കെട്ടു പോകട്ടെ. കത്തുവതെത്ര നാൾ എണ്ണയില്ലാതെ ഈ കൈത്തിരി കെട്ടു പോകട്ടെ, കൈത്തിരി കെട്ടു പോകട്ടെ. ഈ സുഗനി കൊടും കാറ്റേ, ഈ ദേശമെല്ലാം കൊടുങ്ങട്ടെ. മോഹിച്ചു വന്ന പുരുഷനെ സത്യമായി സ്നേഹിച്ച കുറ്റത്തിനാലോ, മോഹിച്ചു വന്ന പുരുഷനെ സത്യമായി സ്നേഹിച്ച കുറ്റത്തിനാലോ, വിശ്വസൗന്ദര്യമേ വഞ്ചിച്ചു നീ, വിശ്വ
എനിക്ക് മാപ്പ് തരും. പെട്ടെന്നുണ്ടായ വേദന കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. ചേച്ചിയുടെ നേരത്തെ ഞാൻ കാണിച്ചത് ഒരു ക്രൂരതയാണ്. എന്ത് ചെയ്യും? ഞാനല്ലാതായി തീർന്നു പോകുന്നു. എന്റെ ജീവിതം എനിക്കും മറ്റുള്ളവർക്കും ഒരു വേദനയായി തീരുകയാണ്. അതുകൊണ്ട് ഞാൻ സ്ഥലം വിടുന്നു. നിങ്ങളെ ഒക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു കാലം എനിക്കുണ്ടായാൽ അന്ന് ഞാൻ മടങ്ങി. എന്നെ ഓർത്ത് ചേച്ചി ദുഃഖിക്കരുത്. ശാരദയെയും അച്ഛനെയും ആശ്വസിപ്പിക്കേണ്ടത് ചേച്ചിയാണ്. മാസ്റ്ററോട് വിവരം പറഞ്ഞേക്കണം. ഞാൻ നിർത്തുന്നു. ചേച്ചി, ചേച്ചി, ഇതെന്നെ മനസ്സിലാക്കാൻ ഈ ചേച്ചിക്ക് കഴിയുമനിയ. എന്ന് പറഞ്ഞാൽ ഒക്കില്ല. സെക്രട്ടറിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അതിന് ഞാനെന്ത് ചെയ്യാനാ? പിന്നെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം മറ്റാർക്കാണ്? എന്ന് വെച്ച് ഞാനിവിടെ കാവൽ നിൽക്കണം? എന്താണ് ഈ ബഹളം? എന്ത് പറയാനാണ് മാസ്റ്റർ, ഇപ്രാവശ്യത്തെ ഗസറ്റ് ഇന്ന് രാവിലെയാണ് വന്നത്. ഇപ്പൊ നോക്കിയപ്പോഴെന്താ, അതിൽ നിന്ന് 4 ഷീറ്റ് ആരോ കീറിയെടുത്തിരിക്കുന്നു. ആര്? അതാണ് അറിയാൻ പാടില്ലാത്തത്. എന്തോന്നാ കീറി എടുത്തിരിക്കുന്നത്? ഉദ്യോഗത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം. അത് എടുത്തോണ്ട് എന്തോ പ്രയോജനം? പ്രയോജനം എന്തെന്നാ? കുറഞ്ഞ പക്ഷേ ഇവിടെ ഉള്ളവരെങ്കിലും അപേക്ഷിക്കാതിരിക്കുമല്ലോ. എടുത്തോണ്ട് പോയവർക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. കഴിഞ്ഞ മാസത്തിൽ വേറൊരു സംഭവം ഉണ്ടായി. പുറത്താരെയും ഞാൻ അറിയിച്ചില്ല. ഉദ്യോഗത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള 6 ഇന്റർവ്യൂ കാർഡ് വന്നു. അതിൽ ഒരു വിദ്വാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഈ 6 ഇന്റർവ്യൂ കാർഡും വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. അയാളുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമേ ബാക്കി ഇന്റർവ്യൂ കാർഡ് ഈ മേശപ്പുറത്തിട്ടുള്ളൂ. അയാൾക്ക് ജോലിയും കിട്ടി. ഓഹോ, ആ വീരൻ ആര്? എന്തിനറിയുന്നു, എല്ലാവരും വലിയ കൂട്ടുകാരാണ്, ബിരുദധാരികളുമാണ്. പക്ഷേ ഏർപ്പാടിതാണ്. ആട്ടെ, ഞാൻ വേറെ കാര്യം ഒന്ന് ചോദിക്കട്ടെ. ആ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉദ്യോഗത്തിന് വേണ്ടി പണിക്കരുടെ കയ്യിൽ രൂപ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളിൽ പലരും കൊടുത്തിരിക്കും. ആ രൂപ അങ്ങ് ഉപേക്ഷിച്ചേക്കും. ചതിച്ചോ ദൈവമേ? ദൈവമേ, എന്റെ അമ്മയുടെ മാല വിറ്റ കാശായിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ മനുഷ്യ, കാശ് പോയത് തന്നെ. എന്നാൽ അയാളെ ഒന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. മറ്റാരെയും അയാൾ കളിപ്പിക്കരുത്.